യുദ്ധം ആരംഭിച്ചതോടെ സ്വർണ്ണവില പവന് 2 ലക്ഷത്തിലേക്ക് വരെ ഉയരുമെന്നായിരുന്നു പ്രവചനങ്ങൾ. എന്നാൽ സ്വർണ്ണവില കുറയുന്ന കാഴ്ചയാണ് സമീപ ദിവസങ്ങളിൽ കണ്ടുവരുന്നത്. പക്ഷേ സാധാരണക്കാർക്ക് ആശ്വാസമുള്ള വിലയല്ല ഇപ്പോഴുള്ളത്. 80,000-70,000 രൂപയിലേക്ക് എത്തിയാലേ സാധാരണക്കാരന് വില ആശ്വാസമാകൂ. അതുകൊണ്ട് കഴിവതും ഇപ്പോൾ സ്വർണം വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. സ്വർണ്ണവില വലിയ തരത്തിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. യുദ്ധം ആരംഭിച്ചതോടെ പവന് 2 ലക്ഷത്തിലേക്ക് വരെ ഉയരുമെന്നായിരുന്നു പ്രവചനങ്ങൾ. എന്നാൽ സ്വർണ്ണവില കുറയുന്ന കാഴ്ചയാണ് സമീപ ദിവസങ്ങളിൽ കണ്ടുവരുന്നത്. പക്ഷേ സാധാരണക്കാർക്ക് ആശ്വാസമുള്ള വിലയല്ല ഇപ്പോഴുള്ളത്. 1 ലക്ഷത്തിന് മുകളിൽ തന്നെ സ്വർണ്ണവില തുടരുകയാണ്. US ഫെഡറൽ റിസർവിന്റെ പണനയ പ്രഖ്യാപനത്തിന് പിന്നാലെ രാജ്യാന്തര വിപണിയിൽ സ്വർണം, വെള്ളി വിലകൾ ഇടിഞ്ഞതാണ് കേരളത്തിലും ഇന്ന് വിലയിടിഞ്ഞത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ US ഫെഡറൽ റിസർവ് പ്രധാന പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഈ വർഷം തുടർച്ചയായ 2ാം തവണയാണ് പലിശ നിരക്ക് നിലനിർത്തുന്നത്. ജനുവരിയിലെ യോഗത്തിലും നിരക്കുകളിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് കേന്ദ്ര ബാങ്ക് തീരുമാനിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് സെപ്റ്റംബർ, ഒക്ടോബർ, ഡിസംബർ മാസങ്ങളിലായി 3 തവണയാണ് നിരക്ക് കുറച്ചത്. മാത്രമല്ല പലിശ നിരക്കുകൾ ഉയർന്നു നിൽക്കുന്നത് സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയ്ക്കുകയും ചെയ്യും. ഇത് വിലയിടിയാൻ കാരണമാകും. ഇന്ന് US-ഇറാൻ യുദ്ധത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചതും സ്വർണ്ണവിലയെ ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല US-ഇസ്രയേൽ ആക്രമണം 3ാം വാരത്തിലേക്ക് കടക്കുമ്പോഴും യുദ്ധം ശമിക്കുന്നതിന്റെ ലക്ഷണങ്ങളൊന്നുമില്ല എന്നതും സ്വർണ്ണവിലയെ ബാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും സ്വർണ്ണവില 80,000-70,000 രൂപയിലേക്ക് എത്തിയാൽ മാത്രമാണ് സാധാരണക്കാരന് ആശ്വാസമാകൂ. അങ്ങനെ വില എത്താനുള്ളൊരു സാധ്യത തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ഇറാനും ആക്രമിക്കുന്ന രീതികളിൽ ശക്തി കുറഞ്ഞുവെന്ന് വേണമെങ്കിൽ പറയാം. യുദ്ധം നിർത്തൂ എന്ന യൂറോപ്യൻ യൂണിയനും മറ്റു രാജ്യങ്ങളും ഇറാനോടും അമേരിക്കയോടും ആവശ്യപ്പെടാനുള്ളൊരു സാധ്യത തന്നെയാണ് കാണുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ഇപ്പോൾ ഒരു കാരണവശാലും യുദ്ധം നിർത്തില്ല. അങ്ങനെയാണെങ്കിൽ ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുന്നത് പോലെ യുദ്ധവും തുടർന്നു പോകാനാണ് സാധ്യതയുള്ളത്. പക്ഷേ സ്വർണത്തിന്റെ വില ഇപ്പോൾ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ചാഞ്ചാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് കഴിവതും ഇപ്പോൾ സ്വർണം വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. യുദ്ധം ഒന്ന് ശമിച്ചാൽ തീർച്ചയായിട്ടും സ്വർണത്തിന്റെ വില 1 ലക്ഷത്തിന് താഴേക്ക് പോരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. എന്തായാലും സ്വർണ്ണവില 70,000-80,000 താഴേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വലിയ ലാഭം തന്നെ കൊയ്യാൻ സാധിക്കും. എന്തായാലും സ്വർണം വാങ്ങാൻ ഇപ്പോൾ അത്ര സുരക്ഷിതമല്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.